ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പെൻ സ്റ്റാൻഡാണ്. അതിന് വേണ്ടിയിട്ട് എംപ്റ്റി ടോയ്ലറ്റ് റോള് വേണം, പിന്നെ ഫ്രൂട്ട് ഫോം നെറ്റ് വേണം, അതിനുശേഷം ഒരു കട്ടിയുള്ള കാർഡ്ബോർഡ് വേണം, ഒരു സ്ക്വയർ ഷേപ്പിലുള്ളതാണ് ഇന്ത്യയിൽ ഉണ്ടാകുന്നത്, അത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഫെവി ബോണ്ട് വേണം, പിന്നെ ഒരു കത്രിക. തത്കാലം ഇത്രയും സാധനങ്ങളാണ് നമുക്കിപ്പോൾ ആവശ്യമുള്ളത്. ഇനി ഫ്രൂട്ട് ഫോം നെറ്റിനെ നമ്മളുടെ റോളിനകത്ത് കയറ്റിയിട്ട് ഈ റോളിൻ്റെ അളവിൽ ഈ നെറ്റിനെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇവിടെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഈ റോളിൽ മൊത്തം ഫെവി ബോണ്ട് അപ്ലൈ ചെയ്തെടുക്കുന്നുണ്ട്. എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. കട്ട് ചെയ്ത ഭാഗം ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഒട്ടിക്കാനായിട്ട്. അങ്ങനെ പിഴച്ച് വെച്ചിട്ടൊക്കെയാണ് ഒട്ടിച്ചെടുത്തത്. അങ്ങനെ എങ്ങനെയൊക്കെ ഒട്ടി കിട്ടിയിട്ടുണ്ട്. ഒട്ടിച്ചതിന് ശേഷം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നെറ്റ് ഫോം ഷീറ്റിന് കുറച്ച് നീളം കൂടുതലായതുകൊണ്ട് ബാക്കി ആക്സസ് വന്ന ഭാഗങ്ങൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഫോം ഷീറ്റ് ഒട്ടിച്ചതിന് ശേഷമാണ് എനിക്ക് ഓർമ്മ വന്നത് ബേസിന് വേണ്ടിയിട്ട് സർക്കിൾ വെട്ടിയെടുത്തില്ലല്ലോ എന്നുള്ള കാര്യം. അങ്ങനെ ഞാൻ വേറൊരു റോൾ എടുത്തിട്ട് സർക്കിൾ കട്ട് ചെയ്തെടുക്കുകയാണ്. സർക്കിൾ കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഫെവി ബോണ്ട് വെച്ച് തന്നെ അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിൽ പെയിൻ്റാണ് അടിച്ചെടുക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു പേൾ ഗ്രീൻ കളർ അടിച്ചു കൊടുത്തു. പക്ഷേ അതെനിക്ക് അങ്ങോട്ട് ഇഷ്ടവും ആയില്ല. കളറും എൻ്റെ കയ്യിൽ കുറേ ഇല്ലായിരുന്നു. ഇതടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അധികം കളറ് വേണം. അപ്പോൾ എൻ്റെ കയ്യിൽ ബ്ലാക്ക് കളർ കുറച്ച് അധികം ഉണ്ടായത് കാരണമാണ് ഞാനിപ്പോൾ ബ്ലാക്ക് അടിക്കുന്നത്. അങ്ങനെ ഞാൻ പകുതി വെച്ച് ഗ്രീൻ അടിച്ച് നിർത്തി. അങ്ങനെ അത് ഉണങ്ങിയതിന് ശേഷമാണ് ബ്ലാക്ക് പിന്നെ വീണ്ടും ഞാൻ അടിക്കാൻ തുടങ്ങിയത്. അടുത്തതായിട്ട് ഞാൻ വയലറ്റ് കളറാണ് എടുത്തിരിക്കുന്നത്. ഇനി ഞാൻ എൻ്റെ ഫിംഗർ വെച്ചിട്ട് തന്നെ ഞാൻ ഫോം ഷീറ്റിൻ്റെ പുറത്ത് അപ്ലൈ ചെയ്തെടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഞാൻ ഒരു കട്ടി കുറഞ്ഞ ബ്രഷ് എടുക്കുന്നുണ്ട്. അതിനുശേഷം ഓറഞ്ച് കളറും എടുക്കുന്നുണ്ട്. ഇനി ഓറഞ്ച് കളറിന് ഞാൻ ബ്രഷിൻ്റെ ബാക്ക് വെച്ച് ഡിപ്പ് ചെയ്തതിന് ശേഷം ഓരോ റോംബസിൻ്റെ അകത്തും ഞാൻ ഓരോ ഡോട്ട് വീതം ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഞാൻ ലെമൺ യെല്ലോ കളറാണ് എടുത്തിരിക്കുന്നത്. ഈ കളറ് ഞാൻ എല്ലാ റോംബസിൻ്റെയും കോർണറിലായിട്ട് ഓരോ ഡോട്ട് വീതം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫോം ഷീറ്റിൻ്റെ പുറത്തായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അടുത്തതായിട്ട് വയലറ്റ് കളർ ഞാൻ വീണ്ടും എടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ പെൻ സ്റ്റാൻഡിൻ്റെ ഉള്ളിലായിട്ട് ഞാൻ ഈ ഒരു വയലറ്റ് കളറാണ് അപ്ലൈ ചെയ്തെടുക്കുന്നത്. ഇതാണ് ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.